വിലക്ക് തള്ളി ആശാവർക്കർമാർക്കൊപ്പം നിലകൊണ്ട മല്ലിക സാരാഭായ്. തൃശൂരിൽ ആശാവർക്കർമാർക്ക് പൊതുസമൂഹത്തിന്റെ ഓണറേറിയം നൽകുന്ന ചടങ്ങിലാണ് മല്ലിക സാരാഭായ് തന്റെ സന്ദേശത്തിലൂടെ നിലപാട് അറിയിച്ചത്. മല്ലിക സാരാഭായ് ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് ഓണറേറിയം തുകയായ 1000 രൂപയും കൈമാറി. ആശമാർക്ക് വേണ്ടി നിലപാടെടുക്കരുതെന്ന മല്ലിക സാരാഭായ്ക്ക് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു മല്ലിക സാരാഭായിയുടെ സന്ദേശം വായിച്ചത്. ആശാ വർക്കർമാർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയാണെന്നും ആശാ വർക്കർമാർ വിലമതിക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു മല്ലിക സാരാഭായിയുടെ സന്ദേശം. സർക്കാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും താൻ ആശാ വർക്കർമാർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും മല്ലിക സാരാഭായ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. The Asha workers fulfill a crucial and neglected role in society. They must be valued, and one important way of doing this is to pay them better. Just as we devalue the multiple crucial functions that a woman plays in keeping a family and a home running, we devalue these women and the important public function they perform. I stand with them for better pay. ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന ചടങ്ങ് കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ ഈ ചെറിയ സമരം ഇത് പരാജയപ്പെടുകയോ ജയിക്കുകയോ എന്തോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. എങ്കിൽ പോലും ഇത് നമ്മുടെ കേരളത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ മുന്നേറ്റങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു അധ്യായം ചേർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇത് നാളെ പഠിക്കപ്പെടും, ഇത് നാളെ വിലയിരുത്തപ്പെടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തെ തന്നെ പരിഷ്കരിക്കും, നമ്മുടെ ഇടതുപക്ഷ മനോഭാവത്തെ നമ്മൾ പരിഷ്കരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ സമരത്തിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ, അവരതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു സമരത്തോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, നീതിയുടെ പക്ഷത്തുണ്ടായിരിക്കും. സാഹിത്യകാരി സാറ ജോസഫ്, സാമൂഹിക പ്രവർത്തക കുസുമൻ ജോസഫ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.